നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിന് പരാതി നൽകി നടി വിൻസി അലോഷ്യസ്. സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നതായി വിൻസി. നടിയുടെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തെയ്യില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. കേസ്മാറ്റ് ആപ്പ് ഡൌൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്നും മന്ത്രി. അളഗപ്പാനഗർ കുന്നത്തുപാടത്ത് സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത് കരാറുകാരൻ. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നു. ഒരു പവന്റെ വില 840 രൂപ വർദ്ധിച്ച് 71,360 രൂപയായി. വാർത്തകൾ വിശദമായി. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകി നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബറിനും താരസംഘടനയുമാണ് വിൻസി പരാതി നൽകിയത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് തീരുമാനമെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു. അന്ന് നടന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി പരാതി നൽകിയത്. സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയിൽ നിന്നും താരസംഘടനയായ അമ്മ വിശദീകരണം തേടി. അച്ചടക്ക സമിതി അംഗങ്ങളായ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരടങ്ങിയ അച്ചടക്ക സമിതിയാണ് പരാതി പരിശോധിക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രി കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി. 3-ാം നിലയിലെ മുറിയുടെ ജനൽ വഴിയാണ് ഷൈൻ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത്. ഷൈനിനെ കണ്ടെത്തുന്നതിനായി തൃശൂർ മുണ്ടൂരിലെ വീട്ടിലും കൊച്ചിയിലെ ഫ്ളാറ്റിലും പോലീസ് പരിശോധന നടത്തി. ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം അഭിനയിക്കില്ലെന്ന് ചലച്ചിത്ര നടി വിൻസി അലോഷ്യസ്. ഓരോ സിനിമയ്ക്കും ഇന്റേണൽ കമ്മിറ്റി വേണം. തന്റെ പരാതി സിനിമയെ ബാധിക്കരുതെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് ഒരു വ്യക്തിയോടും ഇനിയൊരാളും മോശമായി പെരുമാറുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ലെന്നും വിൻസി പറഞ്ഞു. ചലച്ചിത്ര നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ഒല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും വിവരങ്ങളും എക്സൈസ് വകുപ്പ് കൃത്യമായി അന്വേഷിക്കും. പരാതി ലഭിച്ചാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കും. പോലീസ് പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കും. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മുൻപുണ്ടായ കേസിൽ ഷൈനിനെ വെറുതെ വിട്ടത് നിയമസഭയിൽ ചർച്ച ചെയ്തതാണ്. UDF സർക്കാരിന്റെ കാലത്താണ് കേസുണ്ടായത്. കോടതിയുടെ കടുത്ത വിമർശനമാണ് പോലീസ് നേരിട്ടതെന്നും മന്ത്രി പറഞ്ഞു. ആ കേസിന്റെ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. അത് ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തെയ്യില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. പനങ്കുറ്റിച്ചിറയിലെ കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേരത്തെ ഒരു കാര്യം നടക്കണമെങ്കിൽ പലതവണ തദ്ദേശ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ട സ്ഥിതിയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ കേസ്മാറ്റ് ആപ്പ് ഡൌൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്ന് മന്ത്രി പറഞ്ഞു. 5.5 കോടി രൂപ ചെലവിലാണ് സോണൽ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, ഡെപ്യൂട്ടി മേയർ ML റോസി തുടങ്ങിയവർ പങ്കെടുത്തു. ഓഫീസിലേക്കും നടന്ന് ആരുടെയും ചെരുപ്പ് തേയില്ല, ആരുടെയും കാല് കടക്കില്ല, നടക്കേണ്ട കാര്യമില്ല എന്ന് വെറുതെ പറയുന്നതല്ല. അതായത് ഫോണുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട്. അതിലില്ലാത്ത സംവിധാനങ്ങളില്ല. മിക്കവാറും ആളുകൾ കുനിഞ്ഞിരുന്ന് തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ തോണ്ടുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ചെയ്യാം, കേസ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. കേസ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് തൃശൂർ നഗരസഭയിൽ നിന്ന് നേടേണ്ട ഏത് സേവനവും വീട്ടിലിരുന്ന്, ഈ വീട്ടിലല്ല കേരളത്തിൽ എവിടെ ഇരുന്നും ഇന്ത്യയിലോ ലോകത്തോ എവിടെ ഇരുന്നും നേടാൻ പറ്റും. 10 ദിവസത്തോളം കത്തിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് നാട്ടുകാർക്ക് വെളിച്ചം കിട്ടു. അളഗപ്പാനഗർ പഞ്ചായത്തിലെ കുന്നത്തുപാടത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റാണ് ഉദ്ഘാടനം കാത്തുകിടക്കുന്നത്. കെ രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ്
കുന്നത്തുപാടത്ത് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച ലൈറ്റ് മാർച്ച് 25 മുതലാണ് കത്തിച്ചത്. 10 ദിവസത്തോളം കത്തിച്ച ശേഷമാണ് മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരിമാറ്റിയത്. വളവും കയറ്റവും 2 റോഡുകൾ ചേരുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത ഏറെയാണ്. രാത്രികളിൽ വെളിച്ചക്കുറവും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് MLA മിനി മാസ്റ്റ് അനുവദിച്ചത്. 2 ലൈറ്റുകളാണ് വാർഡിൽ സ്ഥാപിച്ചത്. അതിൽ ഒന്നിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും രണ്ടാമത്തേതിന്റെ ഉദ്ഘാടനം എന്ന് നടക്കുമെന്ന ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് കരാറുകാരൻ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയതെന്ന് വാർഡ് മെമ്പർ ജിജോ ജോൺ പറഞ്ഞു. 7-ാം തീയതി വൈകിട്ട് ഇതിന്റെ കരാറുകാരൻ അപ്രതീക്ഷിതമായി വന്ന് ഇതിന് ഫീസ് ഊരിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുമൂലം ഇവിടെയുള്ള പെട്ടെന്നുണ്ടായ ഒരു അന്ധകാരം, ഇവിടെയുള്ള ആളുകളുടെ മൊത്തം സംസാര വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്രയും ദിവസം പ്രകാശിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് ഇല്ലാണ്ടായത്, മെമ്പറെ ഇടപെട്ട് അത് ഫീസ് ഊരിക്കൊണ്ടുപോയി എന്നുള്ളൊരു പ്രതിഷേധം ഇവിടെ ജനങ്ങൾക്കുണ്ട്. എന്തായാലും എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. ഉദ്ഘാടനം കഴിയാത്തതിന്റെ പേരിൽ മിനി മാസ്റ്റിന്റെ ഫ്യൂസ് ഊരിമാറ്റിയതിനെതിരെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കുന്നത്തുപാടത്ത് പ്രതിഷേധ യോഗം ചേർന്നു. നിർമ്മാണം കഴിഞ്ഞ് പ്രകാശിപ്പിച്ച മിനി മാസ്റ്റ് ഉദ്ഘാടനം നടത്താത്തതിന്റെ കാരണം MLAയുടെ ലൈറ്റുള്ള ഫോട്ടോ പോസ്റ്റിൽ സ്ഥാപിക്കാത്തതുകൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഉപകാരപ്രദമാകേണ്ട മിനി മാസ്റ്റ് എത്രയും വേഗം പ്രകാശിപ്പിക്കാൻ MLA ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചത്. അന്ത്യത്താഴവേളയിൽ യേശു തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക പഠിപ്പിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിലും വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും തൃശൂർ മാർത്താമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ എംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി തൈല പരികർമ്മ പൂജ നടന്നു. തുടർന്ന് കാൽ കഴുകൽ ശുശ്രൂഷ, തിരുവത്താഴ പൂജ എന്നിവയും നടന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്നു. പവന്റെ വില 840 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 71,360 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന്റെ വില 8,815 രൂപയിൽ നിന്ന് 8,920 രൂപയുമായി. ഒരാഴ്ചക്കിടെ 2,860 രൂപയാണ് പവന്റെ വിലയിൽ വർധനവുണ്ടായത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ടോൾ ഈടാക്കൽ താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ബെന്നി ബെഹനാൻ MP കത്തയച്ചു. അങ്കമാലി മുതൽ പാലിയേക്കര വരെ ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തിൽ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര, അമ്പലൂർ എന്നിവിടങ്ങളിൽ ഫ്ളൈഓവർ നിർമ്മാണം നടക്കുന്നതിനാൽ വളരെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും സമയനഷ്ടവും വരുത്തിവെക്കുകയാണെന്ന് MP പറഞ്ഞു. ചരക്ക് ഗതാഗത മേഖലയിലെയും വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ കോട്ടപ്പുറം ആറ്റത്ര കോട്ടപ്പള്ളം വളവിലാണ് ലോറി മറിഞ്ഞത്. ലോറിക്കടിയിൽ കുടുങ്ങിയയാളെ ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ലോറിയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശികളായ കാവിൽ കിഴക്കേതിൽ സുജിത്, അഖിൽകുമാർ, കുമരൻതറയിൽ ടൈസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഷെറിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ചാലിശ്ശേരിയിലേക്ക് ഗാനമേള ടീമിന് സൗണ്ട് സിസ്റ്റവുമായി പോകുകയായിരുന്ന ലോറി കോട്ടപ്പുറം വളവിൽ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും വീട്ടുമതിലും ഗേറ്റും ഇടിച്ചു തകർത്ത് മറിയുകയായിരുന്നു. ലോറിക്കടിയിൽ കാൽ കുടുങ്ങിക്കിടന്ന സുജിത്തിനെ പോലീസും ഫയർഫോഴ്സും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ച് ലോറി ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആളൂർ സോഫിയ വിൻസെന്റിന്റെ വീട്ടുമതിലാണ് തകർന്നത്. എരുമപ്പെട്ടി വടക്കാഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസും വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സും KSEB ജീവനക്കാരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാതാൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ. സുഭാഷ് ക്ലബിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. വേദിയിൽ VY നസീർ സൗബിനെ ആദരിച്ചു. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുളത്തെയും എഴുത്തുകാരൻ സുനിൽ P മതിലകത്തെയും സൗബിൻ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ക്ലബ് പ്രസിഡന്റ് KK റെനീസ്, സെക്രട്ടറി MH മുഹമ്മദ് അബ്ദുൽ ഖാദർ, ക്ലബിന്റെ സ്ഥാപകരായ VY ബഷീർ, മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി. അതുപോലെ തന്നെ എന്താ പറയുക, ഞാനും എൻ്റെ ചെറുതിലെ മുതൽ എനിക്ക് കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മതിലകത്ത് തന്നെ. മതിലകത്ത് ഈ ബസ് ഇറങ്ങിയിട്ട് ഉമ്മയുടെ കൈവഴിച്ച് നടന്നു വരും, അവിടം വരെ പോകണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, കുറേ ഉണ്ട് വീട്, അപ്പോൾ എല്ലാവരും മാമന്മാരാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകും. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ കാട്ടകാമ്പാൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, കോൺഗ്രസ് നേതാക്കളായ MA അബ്ദുൽ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാനും CPM നേതാവുമായ P വത്സസന്റെ 19ാം ചരമവാർഷികം ആചരിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും നടന്നു. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച മാർച്ചും ബഹുജന റാലിയും കൂട്ടുകൽ ചത്വരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പൊടിപടലങ്ങൾ ശ്വസിച്ചു കഴിയേണ്ട ഗതികേടിൽ വേലൂർ ചുങ്കം മുണ്ടൂർ റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. വേലൂർ മുണ്ടൂർ റോഡ് നിർമ്മാണത്തിനായി മെറ്റൽ വിരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താൻ കരാറുകാരൻ തയ്യാറാകാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. 2 വർഷം മുമ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനിടയിൽ ആദ്യത്തെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിക്കുകയും ഇയാളെ സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പണിയേറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ കുറച്ചുഭാഗം ടാറിംഗ് നടത്തി. എന്നാൽ ചുങ്കം സെന്റർ മുതൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരം ടാറിംഗ് നടത്താതെ മെറ്റൽ വിരിച്ച് കിടക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ തോതിലാണ് പൊടിപടലങ്ങൾ ഉയരുന്നത്. റോഡരികിൽ താമസിക്കുന്ന കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്ക് അലർജിയും ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. പരന്നുകിടക്കുന്ന മെറ്റലിൽ തന്നെ ബൈക്ക് യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളുടെ ടയറുകൾ കരിങ്കൽ ചീളടിച്ച് പൊളിയുന്നതും നിത്യസംഭവമാണ്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും തൃശൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസാണ് വേലൂർ മുണ്ടൂർ റോഡ്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്കും അമല മെഡിക്കൽ കോളേജിലേക്കും രോഗികളുമായി നിരവധി വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. എത്രയും പെട്ടെന്ന് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പുനർനിർമ്മാണം നടത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. P ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള പ്രഥമ P ജയചന്ദ്രൻ പുരസ്കാരം മധു ബാലകൃഷ്ണന് സമ്മാനിച്ചു. ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA ആണ് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമർപ്പിച്ചത്. ജനകീയ സൗഹൃദവേദി കൺവീനർ ശോഭ അധ്യക്ഷനായി. ജനറൽ കൺവീനർ ഷൈൻ നെടിയിരുപ്പിൽ, മധു ശക്തിധര പണിക്കർ, ജീസ് ലാസർ, വിനീത് വിൻസെന്റ് പല്ലിശ്ശേരി, ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. പൂന്തേമൊഴി കണ്ണേനു കണ്ണ എൻ കൺമണി ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു അലകടല അലയിളകുമ്പോൾ നുര ചിതറുമ്പോൾ എന്തൊരു
ഇളകുമ്പോൾ നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം മദനിധി ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രാമജയം രഘുരാമജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടന്നുലഞ്ഞുലഞ്ഞു സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖ ശരവേഗ ജീവതാളവേഗി മാരുതിയാ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബസംഗമം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. റിയാലിറ്റി ഷോ താരം അമൻ സഖ മുഖ്യാതിഥിയായി. സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകുമാർ, യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഹംസ വൈപീസ്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS സിദ്ദിഖ്, ട്രഷറർ കമറുൽ ഹഖ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ അതിവേഗം ജനമനസ്സുകളിലേക്ക് എത്തുകയാണ്. ഹംസകന്നുണ്ടായിരുന്നില്ലേ? SFI ഏരിയ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് രഹന അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP പ്രഭേഷ് സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുട്ടിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് പുത്തൻപീടിക പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയക്കൽ നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ PP ജോസ്, NJ ജെമി, NP സേവി, ലൈജോ ബോണീസ് എന്നിവർ നേതൃത്വം നൽകി. പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ചടങ്ങും നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതു ആരാധനയും നടന്നു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ആചരിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ SFO, തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കനകമല അടിവാരം പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അജിത് തടത്തിൽ സന്ദേശം നൽകി. ഫാദർ റെയ്സൻ തട്ടിൽ സഹകാർമ്മികനായി. മാർത്തോമാ ശ്ലീഹയുടെ നാമധേയത്തിലുള്ള കുരിശുമുടി പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ റെയ്സൻ തട്ടിൽ കാർമ്മികനായി.
ചിറ്റാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ബ്രദർ ജോബി വടയാട്ടുകുഴി എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ പെസഹ ദിനം ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, കാൽകഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് ആരാധന എന്നിവയും ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ ദിന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് ഈരത്തറ, വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ഫാദർ ജോർജി തേലപ്പള്ളി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, ഫാദർ ആന്റണി നമ്പളം എന്നിവർ സഹകാർമ്മികരായിരുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, കാൽകഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തുടർന്ന് ആരാധന എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. പ്രതിനിധി യോഗം സെക്രട്ടറി ജെറോമി ജോസ്, മേരി കാർമൽ, ജാസ്മി ജെയിംസ്, അഗിൻസൺ ലാൻസൺ എന്നിവർ നേതൃത്വം നൽകി. പാഞ്ഞാൾ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ മറോക്കി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊതു ആരാധന, അപ്പം മുറിക്കൽ, തുടർന്ന് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാരം എന്നിവ നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പെസഹ ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ വി എം സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നെല്ലായിയിലെ 130 വർഷം പഴക്കമുള്ള ചില്ലായിൽ തറവാട് ഓർമ്മയിലേക്ക്. സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച 4 തലമുറകളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന പഴയ 2 നില വീടാണ് കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുന്നത്. തൊട്ടിപ്പാളിലെ ചില്ലായിൽ തറവാടംഗവും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ സി നാരായണ മേനോൻ 1890 നിർമ്മിച്ചതാണ് നെല്ലായിലുള്ള ചില്ലായിൽ തറവാട്. ഒട്ടേറെ പൗരാണിക കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പണ്ഡിതനായിരുന്നു സി നാരായണ മേനോൻ. കൂട്ടുകുടുംബത്തിന്റെ നല്ല ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് അടുത്ത ദിവസം പൊളിച്ചു നീക്കുകയാണെന്ന് ഇവിടെ ജനിച്ചു വളർന്നവരിൽ ഒരാളായ കെ സുധാകരൻ പറയുന്നു. ഏകദേശം ഒരു 1890 കൂടിയിട്ടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂർവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. തൊട്ടിപ്പാള് ചില്ലായിൽ തറവാട്ടിൽ നിന്നും ഇവിടെ വന്ന് സി നാരായണ മേനോൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്ന സി നാരായണ മേനോൻ, അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഓടും മരവും ഉപയോഗിച്ച് പഴയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ചില്ലായി തറവാട്ടിൽ നിലവറയടക്കം നിരവധി മുറികളുണ്ട്. ഈ തറവാടിനോട് ചേർന്നുള്ള പടിപ്പുര എന്ന് വിളിക്കുന്ന പഴയ വീട്ടിലാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ എം ലീലാവതിയുടെ ഭർത്താവായ CP മേനോൻ വളർന്നത്. ഇവിടെ വളർന്ന 4 തലമുറകളിൽ പലരും
സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയവരാണ്. ചില്ലായി തറവാട്ടിലെ അംഗങ്ങൾ പിന്നീട് പല താവഴികളായി പിരിഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പല സ്ഥലങ്ങളിലായി താമസമാക്കി. ഇതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലത്ത് എപ്പോഴും ശബ്ദമുഖരിതമായിരുന്ന ചില്ലായി തറവാട് നിശബ്ദമായി. കാലപ്പഴക്കം മൂലം ദുർബലമായ ഈ വീട് അറ്റകുറ്റപ്പണിയില്ലാതായതോടെ ജീർണാവസ്ഥയിലായി. ഇതോടെയാണ് തലമുറകളുടെ ചരിത്രമുറങ്ങുന്ന തറവാട് പൊളിച്ചു നീക്കാനുള്ള തീരുമാനമുണ്ടായത്. TCV ന്യൂസ്, കൊടകര. ചേലക്കര മെതുക്കിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒലവക്കോട് കല്ലമ്പറമ്പ് വീട്ടിൽ 40 വയസ്സുള്ള മുഹമ്മദ് യൂസഫാണ് ഭാര്യ വീട്ടിൽ ഇന്നലെ രാത്രി തൂങ്ങി മരിച്ചത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിപുരം സ്വദേശി പോക്കരുപറമ്പിൽ ശശാങ്കനെയാണ് കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മൂന്നുമുറി ഒമ്പതുങ്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ മാസം 20 മുതൽ 27 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഭാഗവതാചാര്യൻ കൽപ്പകശ്ശേരി വേണു മൂസത്ത് യജ്ഞാചാര്യനായിരിക്കും. ക്ഷേത്രത്തിലെ ചെമ്പോലമേഞ്ഞ ശ്രീകോവിലിന്റെ സമർപ്പണവും പ്രതിഷ്ഠാദിനാഘോഷവും മെയ് 3 നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് P. പ്രഭാകരൻ, സെക്രട്ടറി P. രാജീവ്, പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ K. നാരായണ മേനോൻ, കൺവീനർ P. G. ശിവൻകുട്ടി, ക്ഷേത്ര മാനേജർ P. ജയകുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ എക്സൈസ് വിമുക്തി മിഷൻ പവലിയൻ തുറന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V. സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,920, പവന് 71,360. വെള്ളി ഗ്രാമിന് 108, പ്ലാറ്റിനം ഗ്രാമിന് 3,317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിന് പരാതി നൽകി നടി വിൻസി അലോഷ്യസ്. സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നതായി വിൻസി. നടിയുടെ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തേയില്ലെന്ന് മന്ത്രി MP രാജേഷ്. കെ സ്മാർട്ട് ആപ്പ് ഡൌൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്ന് മന്ത്രി. അളഗപ്പാനഗർ കുന്നത്തൂപ്പാടത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഊരി. മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയത് കരാറുകാർ. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നു. 1 പവന്റെ വില 840 രൂപ വർദ്ധിച്ച് 71,360 രൂപയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.